കേരളത്തിൽ ഇനി ഉത്സവങ്ങൾ നടക്കുമോ? ഇപ്പോൾ ഇത് തിരുവമ്പാടി ദേവസ്വം മറ്റോ പറയുന്നു, മഠത്തിൽ വരവ് പോലും നടത്താൻ കഴിയില്ല. കാരണം ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഒരുപാട് വ്യവസ്ഥകൾ ഹൈക്കോടതി വെച്ചിരിക്കുകയാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ എഴുന്നള്ളിക്കാൻ പാടില്ല. ഒരു കാഴ്ചക്കാരിൽ നിന്ന് 8 മീറ്റർ അകലെ നിർത്താവുള്ളൂ. ഓരോ ആനകൾ തമ്മിലും 3 മീറ്റർ അകലം വേണം. ഇങ്ങനെ കുറേ വ്യവസ്ഥകൾ കൊണ്ടുവന്നിരിക്കുക. ആനകളെ കൊണ്ടുവരുന്നതിന് വ്യവസ്ഥ. അപ്പോൾ ഉത്സവങ്ങളുടെ കാലം കഴിയുകയാണോ? ആനയെ എഴുന്നള്ളിച്ചുള്ള ഉത്സവങ്ങൾ കാലം കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ ഈ ജഡ്ജിമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇവർ പരാജയപ്പെടുന്നതുകൊണ്ടാണ് പ്രശ്നം. ജഡ്ജിമാരുടെ മുമ്പിൽ കോടതിയിലെത്തിക്കഴിയുമ്പോൾ ഇതൊരു ലീഗൽ ഇഷ്യൂ ആയിട്ട് മാറും. അമ്പലം, ഉത്സവം, അതിൻ്റെ ആഘോഷം, അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ സന്തോഷം, ഇതൊക്കെ പോയിട്ട് വെറും ലീഗൽ ഇഷ്യൂ ആയിട്ട് മാറും. നാട്ടാന പരിപാലന നിയമം അനുസരിച്ച് ഒരാൾക്കൂട്ടം ആനയുടെ എത്ര അടി അടുത്ത് വരെ പോകാം. ഇപ്പോൾ തൃശ്ശൂർ പൂരം നമ്മുടെ മനസ്സിലില്ല. ഒരു സ്ഥലത്ത് ഒരു നാട്ടാന നിൽക്കുന്നു, നാട്ടുകാർ അതിൻ്റെ എത്ര അടി വരെ അടുത്ത് പോകാം എന്നതായിട്ട് ചുരുങ്ങുന്നു ചോദ്യം. അപ്പോൾ അതിന് ആ 3 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ എന്ന് പറഞ്ഞ് പരിധി വയ്ക്കുന്നു. ഇതിങ്ങനെ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വക്കീലന്മാർക്ക് സാധിക്കണം. കോടതിക്കും ഇതറിയാം, അറിഞ്ഞുകൂടായിട്ടല്ല. കോടതിക്ക് ഇതറിയാം. ബട്ട് ദ ഇഷ്യൂ ബിഫോർ യു, അത് വെച്ചിട്ടാണ് കോടതി ജഡ്ജ്മെൻ്റ് എഴുതുന്നത്. യു ഹാവ് ടു റേസ് ദാറ്റ് ഇഷ്യൂ. ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നതുകൊണ്ടില്ല. സ്പെസിഫിക് പ്ലീഡിങ് ഇല്ലെങ്കിൽ കോടതിക്ക് ആ ഏരിയയിൽ കയറി വിധിക്കാൻ പറ്റില്ല, എക്സെപ്റ്റ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇപ്പോൾ എൻ്റെ ഭൂമി സുനിൽ തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കേസ് റെഡിയാക്കി കൊണ്ടുചെല്ലുന്നു. അതിൻ്റെ ഗ്രൗണ്ട്സിലും പ്രേയറിലും ഈ ഭൂമി എൻ്റേതായിട്ട് പ്രഖ്യാപിച്ച് എനിക്ക് വാങ്ങിച്ച് തരാനുള്ള ഉത്തരവുണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം എഴുതണം. അതല്ലാതെ എൻ്റെ ഭൂമി കയ്യേറി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പെറ്റീഷൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കയ്യേറിയത് ഞാനെന്ത് ചെയ്യാനാണ്? ദർ ഈസ് നോ, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ കോടതിയിൽ സംഭവിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിന് ദൃക്സാക്ഷിയാണ്. ഈ ആവശ്യമുണ്ടല്ല, ഇത് there cannot be a common sweeping rule for every festival. ഈ പ്രിൻസിപ്പിൾ ആദ്യം വാദിച്ച് ജഡ്ജിമാരെ കൊണ്ട് സമ്മതിപ്പിക്കണം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചട്ടങ്ങൾ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പാലിക്കാൻ പറ്റില്ല. കാരണം എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് ചെറുതാണ്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൻ്റെ 4 വലിപ്പം പോലും ഇല്ല. തൃപ്പൂണിത്തുറ വേറൊരു സെറ്റപ്പാണ്, പത്മനാഭസ്വാമി വേറൊരു സെറ്റപ്പാണ്, ഏറ്റുമാനൂർ 4മതൊരു സെറ്റപ്പാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം. സോ ദിസ് ഈസ് ദ ബേസിക് തിങ്. യു കനോട്ട് ഹാവ് എ കോമൺ റൂൾ ഫോർ ഓൾ ദീസ് ടെമ്പിൾസ് ബിക്കോസ് റിച്വൽസ് ആർ ഡിഫറെൻറ്റ്, പ്ലേസ് ഈസ് ഡിഫറെൻറ്റ്, സ്പേസ് ഈസ് ഡിഫറെൻറ്റ്. ഇത് അപ്പോൾ കോടതി അത് നിങ്ങളുടെ ഹർജിയിൽ ഉണ്ടാകുകയും വേണം. ഈ ഹർജിയിൽ തന്നെ ഈ പോയിൻറ്റ്സ് എല്ലാം വരണം. അല്ല, ഈ എങ്കിൽ മാത്രമേ അല്ലാതെ ഈ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറയട്ടെ, ജഡ്ജി കണ്ടു നിൽക്കുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തിന് മറ്റ് സാക്ഷികളില്ല, തെളിവില്ല, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞ് കോടതിക്ക് വിധിക്കാൻ പറ്റുമോ? മജിസ്ട്രേറ്റ് കണ്ടതാണ്. ഇറ്റ് ഈസ് ട്രബിൾ. അത് ചെയ്ത എൻ്റെ ചരിത്രത്തിൽ ഒരാളുണ്ട്, ജസ്റ്റിസ് ശിവദാസൻ, ജസ്റ്റിസ് സദാശിവൻ. അദ്ദേഹം ആറ്റിങ്ങൽ സെഷൻസ് ജഡ്ജായിരുന്നു. അദ്ദേഹം കാർ ഓടിച്ചു വരുമ്പോൾ കൊലപാതകം നടക്കുന്നത് കണ്ടു. അദ്ദേഹം നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കാറ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സാധാരണ സദാശിവനായിട്ട് അവിടെ മൊഴി കൊടുത്തു. സെഷൻ ജഡ്ജാണെന്ന് പറയും. പോലീസുകാരെല്ലാം എണീറ്റ് നിൽക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. പുള്ളി പറഞ്ഞു, നിൽക്ക്, ഇപ്പം ഞാൻ സെഷൻസ് ജഡ്ജല്ല, ഞാൻ കൊലപാതകത്തിൻ്റെ വിറ്റ്നസ്സാണ്, റെക്കോർഡ് ചെയ്തു. ദിസ് വാസ് ഡൺ ബൈ ഹിം. അതിന് ശേഷമോ അതിനു മുമ്പോ ഉണ്ടാവാൻ സംഭവം ഞാൻ അറിഞ്ഞതില്ല. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് എഴുതാൻ പറ്റില്ല. ദ പേപ്പർ ഹാസ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇത് ഞാൻ പറയാം, ദേവസ്വം ബോർഡ്, ഭക്തജനങ്ങൾ ഒക്കെ
കോടതിയിൽ പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ആവേശത്തിൻ്റെ പോയിൻറ്റ്സ്, നിങ്ങളുടെ കൗണ്ടർ പോയിൻറ്റ്സ്, ഞങ്ങളോട് ഇത് ചെയ്തു, മുസ്ലിങ്ങളാണെങ്കിൽ ചെയ്യുമോ? ശരിയാണ്, നിങ്ങളുടെ കൗണ്ടർ ചോദ്യം ശരിയാണ്. ബട്ട് ഇറ്റ് ഈസ് എ സോഷ്യൽ ക്വസ്റ്റ്യൻ, നോട്ട് എ ലീഗൽ ക്വസ്റ്റ്യൻ. അല്ല, ഈ വികാരം കോടതിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ സ്പെസിഫിക് പ്ലീഡിംഗ് ഉണ്ടാവണം, എന്തുകൊണ്ട് ഇത് അന്യായമാണ്. മറ്റേയാളോട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പോക്കറ്റടിക്കാരനെ കോടതിയിൽ ഹാജരാക്കുന്നു, എന്നെ മാത്രം പിടിച്ചത് എന്താ, ഈ ടൗണിൽ 5 പോക്കറ്റടിക്കാർ വേറെയുണ്ട്, അവരെ പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതികൾ എപ്പോഴും ഇത് പാലിക്കുന്നില്ലല്ലോ. അല്ലാതെ കോടതികൾ പലപ്പോഴും പാലിക്കുന്നില്ല. കാരണം ഈ കേസിലാണെങ്കിൽ ഈ വിധി പറഞ്ഞ ബഹുമാന്യരായ ജഡ്ജിമാർ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും ഉത്സവങ്ങൾ കാണുന്നവരുമാണ്. അവരുടെ ബോധ്യം വെച്ച് അവരെടുത്ത സിയോമോട്ടോ കേസ് അല്ലല്ലോ ഇത്. അപ്പോൾ ഒരു പില്ലാണ്. അപ്പോൾ അവർക്ക് അവരുടെ മുമ്പിലുള്ള പ്ലീഡിങ്സ് വെച്ച് ചെയ്യാം. എന്തായാലും ചോദിക്കാമല്ലോ. അതിനപ്പുറത്ത് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഡിസ്ക്ലൈമർ ഇട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. PIL-ൽ ചോദിക്കാത്ത റിലീഫും കോടതിക്ക് കൊടുക്കാം. PIL-ൽ റിലീഫ് വർക്കൗട്ട് ചെയ്യാം. കാരണം വാസ്തവത്തിൽ ഇയാളുടെ പരാതി ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിലീഫ് കൊടുക്കാം. ഈ കേസിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോടതി, ഞാൻ പത്രവാർത്ത വായിച്ചുള്ളൂ, 160 ആനകൾ മരിച്ചു. ദിസ് ഈസ് ദ തിങ് വിച്ച് ഹാസ് സ്ട്രൈക്ക്. 160 ആന മരിക്കുക, എന്താ നടക്കുന്നത് ഈ നാട്ടിൽ? വെയിലത്ത് അതിന് നിർത്തുന്നു. ഒരു കാര്യം, ആനയോട് ക്രൂരമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് സത്യമല്ലേ? ആണോ? ചട്ടം പഠിപ്പിക്കലെന്ന് പറഞ്ഞാൽ വലിയ ഭേദ്യം ചെയ്യലാണ്. അല്ല, ചട്ടം പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആന പോലും നമ്മൾ ഈ എഴുന്നള്ളത്തിൻ്റെ സമയത്ത് അല്പം ക്രൂരമായിട്ടാണ് അതിനോട് പെരുമാറുന്നത്. അതിനും ഒരു കുറവ് വന്നേ പറ്റുള്ളൂ. ഈ വാസ്തവത്തിൽ ഈ കാട്ടാനയെ നമ്മൾ ഓടിക്കുന്നത് എങ്ങനെയാണ്? പന്തം കൊളുത്തിയും പാട്ട കൊട്ടിയും. ഉത്സവത്തിന് നമ്മൾ ചെയ്യുന്നത് അതേ ആനയെ കൂച്ചു വിലങ്ങിട്ട് തീവെട്ടി അതിന് മുമ്പിൽ പിടിച്ചിട്ട് ചെണ്ട കൊട്ടുന്നു. അതിൻ്റെ നാച്ചുറൽ റിയാക്ഷൻ ഓടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാട്ടാന ഓടുന്നത്, പന്തം കാണുമ്പോഴും ചെണ്ട കൊട്ടുമ്പോൾ പാട്ട് കൊട്ടുമ്പോഴും ഒക്കെ ഓടുന്നത്. ഈ വെളിച്ചവും ഈ ശബ്ദവും അതിന് പേടിയാണ് ബയോളജിക്കലി. അത് ഓടും എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ കൂച്ചുവലങ്ങിട്ട് അതിനെ നിർത്തി ഈ ഒച്ച കേൾപ്പിക്കുന്നു, ശീലിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കീഴടങ്ങുന്നു. ഈ നമ്മുടെ മാതംഗശാസ്ത്രം പഠിച്ച പൂമുള്ളി ആറാം തമ്പുരാൻ എന്നുള്ള പ്രയോഗം പിന്നീട് അതെന്തോ മോഹൻലാലിൻ്റെ പര്യായമായിട്ട് മാറി. വാസ്തവത്തിൽ പൂമുള്ളി ആറാം തമ്പുരാൻ ആനശാസ്ത്രം പഠിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ആന വെറുതെ നടക്കുന്നുണ്ട്, അദ്ദേഹം വളർത്തുന്ന ആന. അതിനെ തളയ്ക്കുകയില്ല. ഈ മനുഷ്യൻ കലാകൗമുദിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് കലാകൗമുദി ചോദിച്ചു, ആന മനുഷ്യനെ ഈ ഉത്സവത്തിന് അല്ലാതെയൊക്കെ മനുഷ്യനെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? തിരുമേനി പറഞ്ഞു, ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഈ പറയുന്ന വികാരം ഒന്നും ആനയ്ക്കില്ല. പിന്നെ പല മൃഗങ്ങൾക്കും മനുഷ്യനുമായിട്ടും മറ്റ് മൃഗങ്ങളുമായിട്ട് ഇണങ്ങുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആനയും ഇണങ്ങും എന്നുള്ളതല്ലാതെ ബേസിക്കലി ആന അനുസരിക്കുന്നത് ഭയന്നിട്ടാണ്. ഈ തോട്ടിയിട്ട് കുത്തുകയും കണ്ണിൽ കുത്തുകയും ഇതൊക്കെ വേദനിച്ച് അത് അനുസരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഓരോ തവണയും ഇത് പറയുമ്പോൾ എടുത്താനെ എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കിട്ടാൻ പോകുന്ന അടിയുടെ വേദന അപ്പം തന്നെ അവനെ അനുഭവിക്കും, അനുസരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എഴുന്നള്ളത്തിൻ്റെ സമയത്തൊക്കെ താളത്തിന്, ചെണ്ടമേളത്തിൻ്റെ താളത്തിന് ചെവി ഇങ്ങനെ ആട്ടുന്നതോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഈ നെറ്റിപ്പട്ടമൊക്കെ അഴിച്ചിട്ട് കൊണ്ടുപോയി ഇത്തെങ്കിലും കിട്ടുമല്ലോ എവിടെയെങ്കിലും, അവിടെ പോയി നോക്കിയോ, അപ്പോഴും ഇവന് താട്ടിക്കൊണ്ടിരിക്കും. ഇവൻ്റെ ഒരു റേഡിയേറ്ററാണ് ഈ ചെവി. ശരീരത്തിലെ ചൂടുള്ള രക്തം ഈ വലിയ ചെവിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് കാറ്റടിച്ചത് തണുക്കും, തണുത്തത് ശരീരത്തിൽ പോയി, ശരീരത്തിൽ നിന്ന് ചൂടുള്ളത് വരും. റേഡിയേറ്ററാണ് ആനയുണ്ട്. അപ്പോൾ ആന പിന്നെ ഈ ചെണ്ടയുടെ താളത്തിനൊത്ത് ആയിപ്പോകും ചിലപ്പോൾ ഈ ആടുന്നത്. കാരണം ഈ ആട്ടത്തിനൊരു താളമുണ്ട്, ചെണ്ടയ്ക്കൊരു താളമുണ്ട്. ഈ രണ്ട് താളവും ഒരുപോലെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ അങ്ങനെയൊന്നുമില്ല. ബാക്കിയൊക്കെ അതിശയോക്തിപരമായ കഥകളൊക്കെയാണ്. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഒരു ദേവിയുടെ കഥ വെച്ച് തുടങ്ങുകയും ഒരു ആനയുടെ കഥ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ. അതിൽ ആനകളെപ്പറ്റി ഒരുപാട് അതിശയോക്തി കലർന്ന
കഥകളുണ്ട്. വളരെ രസമാണത് നമ്മുടെ വായിക്കാൻ. അനുഭവത്തിലും അങ്ങനെ ആനകളുടെ കഥയുണ്ടല്ലോ. ഉണ്ട്. അത് പൂമുള്ളി തമ്പുരാൻ പറഞ്ഞത് ഇതൊക്കെ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണ്. പൂച്ചയെ വളർത്തുന്ന പട്ടിയെ കണ്ടിട്ടില്ലേ? പൂച്ചയ്ക്ക് മുലപ്പാൽ കൊടുക്കുന്ന അമ്മപ്പട്ടിയുണ്ട്. അതെന്താ കൊടുക്കുക? അപൂർവമാണ്, ഉണ്ട് അത്. അപ്പോൾ പൂമുള്ളി തമ്പുരാൻ പറയുന്നു ഇങ്ങനെയുള്ള ആനകളും ഉണ്ട്, എണ്ണത്തിൽ കുറവായിരിക്കും. ബാക്കി ആനയെല്ലാം ഇങ്ങനെ മനുഷ്യനെ പേടിച്ചിട്ടും അടി പേടിച്ചിട്ടും പിന്നെ ശീലിച്ച് അങ്ങനെ പിന്നെ ചങ്ങലയില്ലെങ്കിലും ചങ്ങലയുണ്ട് എന്ന് തോന്നലുണ്ടാവും. ഈ ഉറുമ്പ് പോകുന്നത് കണ്ടിട്ടില്ലേ? ഉറുമ്പ് ലൈനായിട്ട് പോകുന്നു. സുനിലൊരു വിരൽ വയ്ക്കുക, ആ വിരൽ ചുറ്റിയിട്ട് ഉറുമ്പ് പോകും. വിരൽ പിൻവലിക്കുക, പിന്നെയും അവിടെ വരുമ്പോൾ ഉറുമ്പൊന്ന് ചുറ്റിയിട്ട് പോകും. കാരണം അത് അങ്ങനെ ശീലിച്ചു. ഇതൊക്കെയാണ് പ്രാണികളുടെയും ജീവികളുടെയൊക്കെ കാര്യം. ഇതെല്ലാം നോക്കിയിട്ട് ആണ് കോടതി ചില റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നത്. നൗ റെസ്ട്രിക്ഷൻസ് ക്യാൻ ബി റിവ്യൂഡ്. നമുക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ അത് ബോധിപ്പിക്കാം. കോടതിയെ ഒരു ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല. കോടതി ഒരുപാട് ഞാൻ തുറന്നു പറയാറുണ്ട്, ജഡ്ജിമാരുടെ മുമ്പിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾക്ക് ഏറ്റവും ദോഷം വരുത്തിയിട്ടുള്ളത് ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ്. രാഷ്ട്രീയക്കാർ അതിൻ്റെ താഴെ വരുന്നുള്ളൂ, രണ്ടാമതേ വരുന്നുള്ളൂ. ഐ ഹാവ് എ ക്രിറ്റിസിസം അഗൻസ്റ്റ് കോർട്സ്, ബട്ട് നോട്ട് ലൈക്ക് ദിസ്. ഇത് പലപ്പോഴും നിയന്ത്രണം വിട്ടു പോകുന്നു. സാധാരണ 3-4 ആനയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും 15ഉം 17ഉം ആനയില്ലാതെ ഉത്സവം നടത്താൻ പറ്റില്ല. ആന വരുന്നതിന് മുമ്പേ അതിൻ്റെ ഫ്ലക്സ് റോഡിൽ വരും. മംഗലാംകുന്ന് ആ ഫ്ലക്സിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ അമ്പല കമ്മിറ്റിക്കാർ ചൂടാവും. ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്ത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ കുറയ്ക്കണം എന്ന് കോടതി പറഞ്ഞു, കുറച്ചൊക്കെ നടക്കും. കോടതിക്ക് ഈ പറഞ്ഞ മാതിരി കൃത്യം മീറ്റർ അളന്നൊന്നും അല്ലല്ലോ ആൾ നിൽക്കുന്നത്. ചെണ്ടമേളം നടക്കുമ്പോൾ ആൾക്കാർക്ക് ആവേശത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ആരെ എന്ത് ചെയ്യാൻ പോവുക? ആനയ്ക്കും ആളിനും ഇടയ്ക്ക് ബാരിക്കേഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇത് തന്നെയാണ് അങ്കിത് അശോകനും പറഞ്ഞത്. കുറച്ചെങ്കിലും ഒക്കെ ചെയ്യും. ചിലത് പ്രാക്ടിക്കലല്ല, ചിലത് റിവ്യൂ ചെയ്യും, അങ്ങനെ പോകും. പക്ഷേ ടി ജി, എനിക്കൊരു സംശയം, എല്ലാ ഉത്സവ സീസൺ ആകുമ്പോഴേക്കും വെടിമരുന്ന്, ആന, ഇങ്ങനെ കുറേ വ്യവഹാരങ്ങൾ വരികയാണ്. ഡൽഹിയിലാണെങ്കിൽ ദീപാവലിക്കെതിരെ വരുന്നു. അപ്പോൾ അത് ഒരു ഓർക്കസ്ട്രേറ്റഡ് അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അതിനൊരു പാറ്റേൺ ഉണ്ട്. പലപ്പോഴും ഇത് തന്നെ തൊഴിലായി നടക്കുന്ന NGO-കളും പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഓരോ കോടതിയിലും കയറി ഇറങ്ങി. അതാണ് ഞാൻ ഈ കോടതികൾ ചെയ്ത നാശം എന്ന് പറയുന്നത്. ഈ പൊതു താല്പര്യ ഹർജിയുമായിട്ട് വരുന്നവന് ഇതിൽ പൊതു താല്പര്യമില്ല, തൻ്റെ സ്വകാര്യ താല്പര്യമാണ് താനീ കൊണ്ടു നടക്കുന്നത് എന്ന് മുഖത്തിരിച്ച് പോലെ കോടതികൾ പറയണം. അത് കോടതി പലപ്പോഴും ചെയ്യാറില്ല. ഹിന്ദു ഗ്രൂപ്പ്സിൻ്റെ കാര്യത്തിൽ മറ്റ് ഗ്രൂപ്പ്സിൽ പോയി നോക്കിക്കേ, വലിയ മൃഗസ്നേഹികളാണ് കോടതിയിൽ. അതെ, ഈ ഈദിന് പശുവിനെയും ആടിനെയും വെട്ടുന്ന കാര്യം കോടതിയിൽ കൊണ്ടുപോയി തിണ്ണയിൽ വെച്ച് തല്ലി മേടിക്കും. അകത്തേക്ക് കയറാൻ കോടതി സമ്മതിക്കില്ല. വി വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് റിലീജിയസ് കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി തിണ്ണയിൽ വെച്ച് തല്ലാൻ വരും കോടതി. അതേസമയം ഇഫ് ഇറ്റ് ഈസ് എ ഹിന്ദു ഫെസ്റ്റിവൽ, ശരി നോക്കണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആദ്യം അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് അയക്കും. ഈ ഒരു ഗ്രീവൻസ് ഹിന്ദുവിനുണ്ട്, അത് റിയലാണ് തന്നെ. ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് ആൻഡ് വേരിയസ് ഹൈക്കോർട്ട്സ് ഈ ഒരു കാര്യം. അല്ല, ആ ഓർമ്മയുള്ളതുകൊണ്ടാണ് ഇത്തരം വിധികൾ വരുമ്പോൾ നമുക്കൊരു വല്ലായ്മ തോന്നുന്നത്. എല്ലാം അങ്ങനെ കൂട്ടിക്കെട്ടണ്ട, എല്ലാം കൂട്ടിക്കെട്ട് അതൊരു കോംപ്ലക്സ് ആക്കി നമ്മളും കൊണ്ട് നടക്കരുത്. പക്ഷെ ഉത്സവം ആനയില്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ആനയില്ലാതെ പറ്റില്ല, പക്ഷേ നിയന്ത്രണമില്ലാതെയും പറ്റില്ല. അപ്പോൾ ഇതൊരു ചെറിയ കുരുക്ക് വന്നിട്ടുണ്ട്. എന്താ സൊല്യൂഷൻ? അത് സൊല്യൂഷൻ ഉണ്ടാകും. സൊല്യൂഷൻ യു ക്യാൻ ഫയൽ എ റിവ്യൂ പെറ്റീഷൻ. ഇപ്പോൾ ഇമ്മിനൻ്റ് ആയിട്ടൊരു ആന പ്രശ്നം ഇല്ലല്ലോ, അതുകൊണ്ട് യു ഹാവ് ടൈം. ആൻഡ് ഐ തിങ്ക് കോർട്ട് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിൻറ്റ്സ്. അതായത് തൃശ്ശൂരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു, തിരുവമ്പാടി പാറമേക്കാവൊക്കെ. അത് ഒരു കാര്യം, ഈ പത്രവാർത്ത എന്ന് പറയുന്നത് കോടതി വിധിയുമായിട്ട് പലപ്പോഴും ബന്ധമില്ലാത്തതാണ്. ഒരു ബന്ധവുമില്ലാത്ത പത്രവാർത്തകൾ ഈയിടെയായിട്ട് കൂടിക്കൂടി വരുന്നു. കോടതി പറയുന്നതെന്ന് വാർത്ത വരുന്നത് വേറൊന്ന്. ഇപ്പം വഖഫിൻ്റെ ഇത് വന്നില്ലേ, വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല. എന്തൊരു മിസ്ലീഡിങ് ഹെഡ്ലൈനാണത്. ഒന്നുമില്ല, വഖഫ് കൈവശം വെച്ചതിൻ്റെ ക്രിമിനൽ കേസ് എടുക്കുന്നത്
അതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നാണ് അതെ അതെ, ജസ്റ്റിസ് അത് പി. വി. മനഃപൂർവ്വം കുഞ്ഞികൃഷ്ണൻ. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് മനോരമ ഇതെന്തോ ഒന്നാം പേജിലെ വാർത്ത കൊടുത്തത്. എല്ലാവരും, മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും അവർ ആക്ച്വലി ധരിച്ചത് തന്നെ അങ്ങനെയാണ്. അത് മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു, ഇതൊരു ഇഷ്യൂ ആണെങ്കിൽ അത് സോൾവായി തീർന്നു എന്ന് വരുത്താൻ വേണ്ടി കൊടുത്താണ്. അങ്ങനെയും ആകാം. കാരണം ഞാനത് നോക്കി, 7-ാം തീയതി ആണ് ജസ്റ്റിസ് പി. വി. കുഞ്ഞികൃഷ്ണൻ്റെ ആ ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം 12-ാം തീയതിയാണ്. അതെ, എന്താ 5 ദിവസം ഇത് ഫ്ലാഷ് ചെയ്യാതിരുന്നത്? ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ തന്നെ അന്തം വിട്ടു പോയി കാണും. ഞാൻ വഖഫ് ഭേദഗതിയിലൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. വഖഫ് ആക്ടിലെ ക്രിമിനൽ ആക്ഷൻ, 51-ാം ആ ക്രിമിനൽ ആക്ഷന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അതൊരു മെയിൻ സ്റ്റോറി ആവേണ്ട വാർത്തയേ അല്ല. അത്തരം ഒരുപാട് ജഡ്ജ്മെൻ്റ് ഉണ്ട്, സുപ്രീം കോടതിയുടെ ഉണ്ട്. പിറ്റേ ദിവസം ഈ മനോരമ അകത്തെ പേജിൽ ചെറുതായിട്ട് പണ്ടേ ഇതുകൊണ്ട് പറഞ്ഞിട്ടിരിക്കുന്നു. അതെ, പി. വി. നിധീഷിൻ്റെ കേസിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ് ഞാനതുകൊണ്ടാണ് ആവർത്തിച്ച് 3 തവണ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് കണ്ടിട്ടില്ല. ഹൈലി മിസ്ലീഡിങ്. പോകെ ഞാൻ കാണുന്നത് മലയാള പത്രങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല. അവർക്ക് തോന്നിയതങ്ങ് ഹെഡ്ലൈൻ ആക്കുകയാണ്. ആൻഡ് ജഡ്ജസ് ആർ ഹെൽപ്ലെസ്. അവർക്ക് ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഈ പത്രത്തിൽ വന്നത് തെറ്റാ, അത് തെറ്റാണ്, ഇത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഏതായാലും നമുക്ക് ജഡ്ജ്മെൻ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇരിക്കും. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.